ആദ്യം മറ്റൊരു വാർത്തയിലേക്കാണ്. കൊല്ലത്ത് വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച. ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള സ്റ്റെയിൻസ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൽ നിന്ന് 23 ലക്ഷം രൂപ കവർന്നു. പുലർച്ചെയായിരുന്നു രണ്ടംഗ സംഘം കവർച്ച നടത്തിയത്. CCTV നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദൃശ്യങ്ങൾ ലഭിച്ചു. ലിജോ റോളൻസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലിജോ, എപ്പോഴായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്താണ്? വിനിഷ, ഇന്നലെ പുലർച്ചെ, അതായത് 26-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടെയാണ് കൊല്ലം നഗര ഹൃദയത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ മോഷണം നടന്നിരിക്കുന്നത്. കൊല്ലം നഗരത്തിനോട് അടുത്ത് തന്നെയാണ് ജില്ലാ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതിന് സമീപത്തുള്ള ഒരു സ്റ്റെയിൻലെസ് ട്രേഡിംഗ് കമ്പനിയുടെ ഈ ഒരു സ്വകാര്യ ഒരു സ്ഥാപനമാണ്. അവിടെയാണ് ഇത്തരത്തിൽ 2 പേർ എത്തി മോഷണം നടത്തിയിരിക്കുന്നത്. 23 ലക്ഷം രൂപയാണ് അവിടെ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ആഴ്ച അവസാനമായതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചത്തെ കളക്ഷൻ എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ 23 ലക്ഷം അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത്. മുഖം മറച്ച് 2 മോഷ്ടാക്കൾ അവിടെ എത്തി ഇത്തരത്തിൽ അവിടെ നിന്നും പണം അപഹരിച്ചു കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ, അതായത് പല സ്ഥലത്തായി CCTV ദൃശ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ചാനലുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിന് കഴിയാതെ വന്ന് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുകയായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സിന്റെ മൊത്ത വ്യാപാര കേന്ദ്രമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപാണ് നഗരത്തിലെ ചിന്നക്കടയിൽ വലിയ രീതിയിലുള്ള ഒരു മോഷണം നടന്നിട്ട് പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ പോയി. അങ്ങനെ പലയിടത്ത് ഇത്തരത്തിൽ മോഷണങ്ങൾ വ്യാപകമാകുമ്പോഴും പ്രതികളെ കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഉയരുന്നുണ്ട്. ശരി, ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.